ഗൈസ്, അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ മധുരയ്ക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മൾ രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാണ് ഗൈസ്. അപ്പോൾ മീൻസ് 6 മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഒരു 6:40 നമ്മുടെ ബോർഡർ, കേരള തമിഴ്നാട് ബോർഡർ കളിക്കാവിളിയിൽ കാണുന്ന ട്രാഫിക് ആണ് ഇത്. ജാമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്രയും രാവിലെ എന്തിനാ എനിക്ക് ഇത്ര ട്രാഫിക് ജാം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ബിക്കോസ് മേ ബി ഓണം സീസൺ ആയതുകൊണ്ട് ഇത്രയും ട്രാഫിക് ജാം ആയിരിക്കും. പിന്നെ ഇല്ലേ, ഈ വിൻമിൽസ് ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം എന്താണെന്നറിയോ? ഞാൻ മുമ്പ് ട്രിച്ചിയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലോട്ട് വരുമ്പോൾ ഈ വിൻമിൽ കാണുമ്പോൾ ഇനി കുറച്ചു ദൂരം എന്നല്ലോ ഉണ്ടോ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ എടുത്തു. ഇങ്ങനെ കുറെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുമായിരുന്നു. അപ്പൊ തമിഴ്നാട് പോയി അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ബിക്കോസ് അവിടുത്തെ മറ്റേ ഇഡ്ലി, സാമ്പാർ, ചട്നി, വട, ഇങ്ങനത്തെ കുറെ ടൈപ്പ് ഓഫ് ചട്നീസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹസ്ബൻഡ് എപ്പോ പോയാലും പൊങ്കൽ ട്രൈ ചെയ്യാതെ വരത്തില്ല. ഞാൻ വീട്ടിൽ പൊങ്കലൊക്കെ ഉണ്ടാക്കും, പക്ഷെ എന്തായാലും അവിടുത്തെ ഒരു ഒത്തന്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പൊ കുറേ പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങൾ കൂടെയാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചത്. ബിക്കോസ് കുറെ സിറ്റി ലിമിറ്റ്സ് ഒക്കെ ഇങ്ങനെ ഹൈവേ കൂടെ ഇങ്ങനെ പാസ്സായി പോയാലും ഞാൻ എൻ്റെ അത്തയുടെ വീട്ടിലാണ് ആദ്യം പോയത്. എൻ്റെ അച്ഛൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് ആദ്യം പോയത്. അത് മധുരയിൽ നിന്ന് കുറച്ച് ഔട്ട്സ്കേർട്സിലാണ്. അപ്പൊ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള പ്ലേസ് ആണ് അത്. ഇതിപ്പോ കാണുന്നില്ലേ, ഈ ഗ്രേപ്സ് ആണ്. ഇത് ഇങ്ങനെ കാച്ചിങ്ങനെ തൂകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗ്രേപ്സ്. ഇത് എന്റെ കസിന്റെ വീട്ടിലാണ്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര റിയലി സർപ്രൈസ്ഡ്. ഇങ്ങനത്തെ ഒരു ഗ്രേപ്സ് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാച്ചു കിടക്കുന്നത് ഞാനിങ്ങനെ കാണുന്നത്. മീൻസ് എന്റെ കസിന്റെ വീടുള്ളത് നല്ല ഒരു പ്ലേസിലാണ്. ഫ്രണ്ടിലൊക്കെ നല്ല ഈ വയലും അങ്ങനെ പാടവും അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളാണ്. എനിക്കിത് കണ്ടിട്ട് ഇങ്ങനെ കൊതി തീർന്നില്ല എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. പക്ഷെ എന്താന്നറിയോ, ഒന്നും പഴുത്തിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് ടേക്സ് ടൈം. അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മധുര എത്തിയിട്ട് വീവറിനൊക്കെ പോയി കണ്ടിട്ട് നല്ല നല്ല സിൽക്ക് സാരീസ് നല്ല ബഡ്ജറ്റഡ് റേറ്റിൽ ഞാൻ കുറെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മീൻസ് എൻ്റെ അത്ത ആൻഡ് ഫാമിലിയുടെ കൂടെ ഞാൻ കുറെ അമ്പലങ്ങൾക്കൊക്കെ പോയി. മീനാക്ഷി അമ്മൻ ടെമ്പിൾ, കല്ലഴകർ ടെമ്പിൾ, പിന്നെ മാരിയമ്മൻ തെപ്പക്കുളം, അങ്ങനത്തെ കുറെ അമ്പലങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാവേ. അപ്പൊ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഒരു ബിസിനസ്സിന്. Thank you so much.